അങ്ങനെ ഇതുവരെ അപ്പാനി, മുൻഷി രഞ്ജിത്ത്, ബിൻസി, ശൈത്യ, സരിക, ശാരിക ഇത്രയും പേരും വന്ന് കയറിയതിനു ശേഷം ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും പുറത്ത് എന്താ സംഭവിക്കുന്നത്, പുറത്ത് നിങ്ങൾക്ക് നല്ല സ്വീകാര്യതയുണ്ടോ, ചീത്തവിളിയുണ്ടോ, നെഗറ്റീവ് ആണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ ഇക്കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. അനുമോളടുത്ത് ശൈത്യ അധികം സംസാരിക്കുന്നതായിട്ട് തോന്നിയില്ല. കുറച്ച് ഏറെക്കുറെ ഈ പറഞ്ഞ നൂറ, ആദില അതിന്റെ കൂട്ടത്തിൽ ശൈത്യ അനുമോളോടും മിണ്ടുന്നുണ്ട്, കൂടെ നടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ പ്ലാച്ചിയുടെ കാര്യം വരുമ്പോഴത്തേക്കും ശൈത്യ പ്ലാച്ചിയെ കുറിച്ച് പ്ലാച്ചി എന്തിനാ എടുക്കുന്ന, പ്ലാച്ചി അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ശൈത്യയും അനുമോളും തമ്മിൽ ഒരു പേഴ്സണൽ ടോക്കിലേക്ക് പോയിട്ടില്ല. ഇപ്പൊ ഈവൻ അക്ബറും അപ്പാനിയും ഭയങ്കര സുഹൃത്തുക്കളാണ്. അവരുടെ സൗഹൃദം ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ കാണിക്കുമ്പോൾ ശൈത്യക്കും അനുമോൾക്കും തമ്മിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തതുപോലെയാണ് അവിടെ തന്നെ ഇപ്പോൾ ഈ ലൈവിൽ കണ്ടത്. പക്ഷേ ശൈത്യ ബിൻസിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന സെയിം മുൻഷി രഞ്ജിത്ത് നമ്മുടെ മറ്റേ അനുമോളെടുത്ത് PR-ന്റെ കാര്യം എടുത്തിട്ട് അലക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ലൈവിൽ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ മുൻഷി വന്നത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ടും ഈ പറയുന്ന അനുമോളെയും അനീഷിനെയും തന്നെയാണ്. അനീഷിനെ കുറച്ചൊന്ന് പ്രൊവോക്ക് ചെയ്ത് അനീഷിനോട് കുറെ നേരം സംസാരിച്ചാൽ ക്യാമറകൾ അന്ന് കാണാത്ത മുൻഷിയെ കാണും എന്നുള്ളത് മുൻഷിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ PR എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണേ. കൊച്ചിയിൽ PR എന്ന് വെച്ചാൽ എന്തോ വലിയ സംഭവമാണ്. അവിടെ ജട്ടി മേടിക്കാൻ പോയാൽ പോലും PR ഉണ്ടോ എന്ന് ചോദിക്കും എന്നൊക്കെയാണ് കിടന്ന് ഈ മുൻഷി തള്ളുന്നത്. സംഭവം അനുമോളെ എങ്ങനെ മാനസികമായിട്ട് അവിടെ കൊള്ളിക്കാമോ അവിടെയൊക്കെ ഈ മുൻഷി കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ചായ ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ മുൻഷി അനുമോളോട് ചോദിക്കുന്നത് ഒരു ചായയാണ്, PR ഇല്ലാത്ത ചായ. അങ്ങനെ കുറെ നേരം അനീഷിനെ ഇട്ട് അലക്കിയതിന് ശേഷം അലക്കാൻ ശ്രമിച്ചു. അനീഷാണ് അലക്കി വെടുപ്പിച്ച് നൂത്തിട്ടത്. അങ്ങനെ മുൻഷി അകത്ത് കയറിയതിന് ശേഷം PR ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കുറെ ഉണ്ട്, PR ഒന്നും ഇല്ല, ഇവിടുന്ന് തന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോളും ശരിക്കും പറഞ്ഞാൽ അതിനേക്ക് ഒരു എന്താ പറയാ ടേക്ക് ഈസി ആയിട്ടൊക്കെയാണ് എടുക്കുന്നത്. പുറമെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം അനുമോള് ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ സരികയോടും അതുപോലെ സരികയെടുത്ത് കുറെ സംസാരിക്കുന്നുണ്ട്. പുറത്ത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത അനുമോൾക്കുണ്ട്. പിന്നെ ബിൻസിയുടെ മടിയിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് അനുമോള് ബിൻസിയോട് ചോദിക്കുന്നുണ്ട്, വേറൊന്നുമല്ല അപ്പാനിയുമായിട്ടുള്ള അന്നത്തെ ആ കോംബോ അതവിടെ പുറത്ത് സീനായോ, അങ്ങനെ വല്ല സംസാരവും ഉണ്ടായിരുന്നോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അത് ബിൻസി പോയതിനു ശേഷം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഏറ്റവും വലിയൊരു വഴക്ക് അപ്പാനിയുമായിട്ട് അനുമോൾക്ക് ഉണ്ടായിരുന്നു. ആ വഴക്കിന് ശേഷമാണ് അപ്പാനി ശരിക്കും ഡൗൺ ആയത്. ആ വഴക്കിന്റെ സമയത്താണ് അപ്പാനിയും അക്ബറും കൂടെ അനുമോളെടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ പോയത്. ആ ഒരു സിറ്റുവേഷനെ അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് ഫേസ് ചെയ്ത ഒരു സിറ്റുവേഷൻ നമുക്ക് ഓർമ്മയുണ്ട്. ഈ പറയുന്ന അപ്പാനിയും ബിൻസിയും തമ്മിൽ അനുമോൾ പറയുന്നതിന് മുന്നേ തന്നെ പുറത്തൊരു ടോക്കിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അതും ഈ പറയുന്ന ഷോയുടെ ബേസ്ഡ് ആയിട്ടാവുമ്പം അത് നെഗ്ലിജിബിൾ ആണ്. സത്യത്തില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കും എന്ന് കരുതി അത്തരത്തിലുള്ള ഗോസിപ്പുകൾ നെഗ്ലക്ട് ചെയ്തേ പറ്റൂ. ഏതായാലും ബിൻസി അത്ര നെഗറ്റീവായിട്ടൊന്നും കാണിച്ചിട്ടില്ല. പുറത്ത് ബിൻസി ഏറ്റവും കൂടുതലും അനുമോൾക്ക് PR ഉണ്ട് എന്ന് ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും ബിൻസി അത്തരത്തിലൊന്നും പെരുമാറാതെ ഈ പറയുന്ന അനുമോളടുത്ത് ഒരു നയത്തിൽ ഒരു മയത്തിൽ ഒക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ സരികയെടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അനുമോള് സരികയെടുത്ത് പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞാനൊരു കാരണക്കാരി ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലയിൽ കൂടെയാണ് വരുന്നത്, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അനുമോള് സരികയെടുത്ത് പറയുന്നുണ്ട്. അപ്പോഴും സരിക അവിടെ പറയുന്നതെന്ന് വെച്ചാല് സരികയ്ക്ക് അതാണ് ഇപ്പൊ വിഷമം. അന്ന് ഇതേനൊക്കെ പ്രശ്നങ്ങൾ തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ താനിപ്പോൾ ബിഗ് ബോസിൽ നിന്നേനെ എന്നുള്ളൊരു വിഷമം സരികയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ സരിക അന്നേരം അനുമോളടുത്ത് പറയുന്നുണ്ട്, അത് ഒരു കണക്കിന് നല്ലതല്ലേ, ഈ ഒരു ഷോയ്ക്ക് അതാണല്ലോ വേണ്ടേന്ന് പറയുന്നുണ്ട്. അപ്പോഴും അനുമോൾ പറയുന്നുണ്ട് അത് ഷോയ്ക്കാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ അനുമോള് പ്രീവിയസ്ലി ഒരു തവണ ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി താൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ തട്ടി വിട്ടിട്ടുണ്ട്. അത് ലാലേട്ടൻ തന്നെ അനുമോളടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഷോയ്ക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി അനുമോൾ കഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ അനുമോള് ഇന്നിപ്പം സരികയെടുത്ത് പറയുന്നത് ഈ പറയുന്ന റിയാലിറ്റി ഷോയ്ക്കാണ് നല്ലത്, തനിക്ക് നല്ലതല്ലല്ലോ എന്നവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പം അതെ എന്ന് പറഞ്ഞിട്ട് സരിക അവിടെ നിന്ന് എണീക്കുകയാണ്. അങ്ങനെ അവർ പിന്നെ അങ്ങോട്ട് സ്ഥിരമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഇവർക്കവിടെ നെഗറ്റീവാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉള്ളത്. ഒരു ഓവറോൾ ഇവരെല്ലാവരും വന്നപ്പോൾ ഈ പറയുന്ന മത്സരാർത്ഥികളെല്ലാം ഇവരോട് ചോദിക്കുന്നത് കേട്ടിട്ട് കുറെ കാര്യങ്ങൾ അറിയുന്നുമുണ്ട്. അങ്ങനെ അറിയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ
ഈ ഒരാഴ്ച ഇവരിത്രയൊക്കെ അറിഞ്ഞിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം ഈ ഒരാഴ്ചത്തെ ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. അത് വലിയ സംഭവമാണ്. പക്ഷെ ഈ ഒരാഴ്ച ഇവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കി എന്തായാലും ശരി വോട്ട് മറിയാനൊന്നും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മാറുകയാണെങ്കിൽ കൂടിയും ഈ പറയുന്ന അനീഷിനോ അനുമോൾക്കോ ഒന്നും ഇപ്പം വരെയും കിട്ടിയ ഒരു സ്വീകാര്യത കുറയാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഫസ്റ്റിനും സെക്കൻഡിനും ഭയങ്കര ഒരു കോമ്പറ്റീഷനിലേക്ക് വരുന്നുണ്ട്. അനീഷും അനുമോളും തന്നെയാണ് ഫസ്റ്റും സെക്കൻഡും കോമ്പറ്റീഷൻ ടൈറ്റ് ആക്കുന്നത്. ബാക്കി എല്ലാവരെയും ഇപ്പൊ ഈ വരുന്നവർ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവരെ മാത്രമായിട്ട് മാറുകയാണെങ്കിലും അത് അവർക്ക് ഗുണമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് വെയിറ്റ് ആൻഡ് സീ ആണ്. കാരണം എന്ന് വെച്ചാല് ഇവരെല്ലാവരും വന്ന് ഈ ഒരാഴ്ച മുഴുവൻ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളും കമന്ററീസും ഒക്കെ കിട്ടി പോകുമ്പോഴത്തേക്കും ഇവർ കുറെ പേരൊക്കെ വീക്കാകാനും സാധ്യതയുണ്ട്. കുറെ പേരൊക്കെ പേടിക്കാനും അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ഒരു അവരുടെയൊക്കെ മെന്റലി അവരൊക്കെ കുറെ അധികം ഡൗൺ ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ ഡൗൺ ആവുന്നത് നോക്കി വോട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതായത് ഓക്കെ, ഇപ്പൊ അവർ അത്ര ആക്റ്റീവ് അല്ല, ഇനി ഈ ഒരാഴ്ചയുള്ളൂ ആക്റ്റീവ് ആണോ ആക്റ്റീവ് അല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഈ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കപ്പ് ആരാണ് ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. സോ നിങ്ങൾ ലൈവ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ പോയി വരാം. ബൈ.